നമസ്കാരം. പശ്ചിമേഷ്യ, അവിടുത്തെ രാഷ്ട്രീയം എപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ട് നമുക്ക് തോന്നാറില്ലേ? പക്ഷേ ഒരൊറ്റ മതപരമായ തത്വം, അത് മാത്രം വെച്ച് അവിടുത്തെ ഈ അധികാര വടംവലികളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വാ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളീ പറയാൻ പോകുന്ന വിശകലനത്തിൻ്റെ എല്ലാം അടിസ്ഥാനം അതൊരൊറ്റ ആശയമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്ക് തന്നെയാ, പക്ഷെ നമ്മളാരും ചിന്തിക്കാത്ത അത്രയും ആഴത്തിലുള്ള ശക്തമായൊരർത്ഥം അതിനുണ്ട്. എന്താണെന്നല്ലേ നോക്കാം. ഷഹാദത്ത്. ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും എന്താ ഓർക്കുക? അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്, അല്ലേ? പക്ഷേ ഈയൊരു വിശകലനം അതിനെ കാണുന്നത് അങ്ങനെയല്ല. ഇതൊരു സാമൂഹിക നിലപാടാണ്. അനീതിക്കെതിരെ, അടിച്ചമർത്തലിനെതിരെ ഒക്കെയുള്ള ഒരു വിപ്ലവകരമായ ആഹ്വാനമായിട്ടാണ് ഇതിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഈയൊരു ആശയത്തിന്റെ ശക്തി നോക്കണേ. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് തന്റെ കൈകൊണ്ട് തടയട്ടെ. ഇത് ഭരണാധികാരിക്ക് മാത്രം ബാധകമായ ഒന്നല്ല, സാധാരണക്കാരന് ബാധകമാണ്. അനീതി എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് എന്നാണ് ഈ പറയുന്നത്. ഒരു വിവേചനവുമില്ല. അപ്പോ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. അനീതിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. അക്രമികളുമായി സന്ധി ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഈ ഒരു ഉറച്ച നിലപാട്, ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള മുഴുവൻ വിശകലനത്തിന്റെയും അടിത്തറ. ഇതോർത്തുവെക്കണം. ഓക്കെ, അപ്പോൾ നീതിയെക്കുറിച്ചുള്ള ഇത്രയും വലിയൊരു ആദർശം നമ്മൾ കണ്ടു. ഇനി ഈ ആദർശം ഇന്നത്തെ പശ്ചിമേഷ്യയുടെ കഠിനമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായിട്ടൊന്ന് കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ആദർശവും പ്രയോഗവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, മേഖലയിലെ US-ഇസ്രായേൽ സൈനിക സാന്നിധ്യത്തെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഈ വിശകലനം കാണുന്നത്. അവർ പുറത്തു പറയുന്ന കാരണമെന്താ? ആ പ്രദേശത്ത് സുരക്ഷയും സമാധാനവും കൊണ്ടുവരാനാണെന്ന്. പക്ഷേ ഈ പഠനം പറയുന്നത് അതല്ല യഥാർത്ഥ ലക്ഷ്യമെന്നാണ്. പിന്നെയോ, അവിടെ തന്ത്രപരമായ ഒരു ആധിപത്യം ഉറപ്പിക്കുക, നിയന്ത്രണം നേടുക, അതാണ് ശരിക്കുള്ള ലക്ഷ്യം. ഈ ടേബിൾ നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. എന്തുമാത്രം സങ്കീർണമാണെന്ന് നോക്കിക്കേ. ഓരോ രാജ്യവും പുറത്തു പറയുന്ന താൽപ്പര്യങ്ങളൊന്നാണ്, പക്ഷെ അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ വേറെയാണ്. ഉദാഹരണത്തിന് ചില അറബ് രാജ്യങ്ങളെ നോക്കും. അവർ പറയുന്നത് ദേശീയ സുരക്ഷയാണ് പ്രധാനമെന്ന. പക്ഷെ ശരിക്കുള്ള ലക്ഷ്യമെന്താ? പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം കൊണ്ട് എങ്ങനെയെങ്കിലും സ്വന്തം ഭരണം നിലനിർത്തുക. കണ്ടില്ലേ ആ വ്യത്യാസം? ഇവിടെയാണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം വരുന്നത്. ഒരു വശത്ത് ഉമ്മത്ത് എന്നൊരാശയമുണ്ട്. അതായത് പുറത്തുനിന്നുള്ള ആരുടെയും സഹായമില്ലാതെ സ്വന്തമായി തീരുമാനങ്ങളെടുക്കുന്ന ഐക്യമുള്ളൊരു സമൂഹം. അതാണ് ഇസ്ലാമിക ആദർശം. പക്ഷെ മറുവശത്തോ, സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ഇതേ വിദേശ ശക്തികളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ചേരില്ലല്ലോ. അതൊരു വലിയ സംഘർഷം തന്നെയാണ്. ശരി, ഈ ഒരു സങ്കീർണമായ കളിയിൽ ഇറാന്റെ റോൾ എന്താണ്? ലോകം പൊതുവെ കരുതുന്നതുപോലെ ഇറാൻ ഒരു അക്രമകാരിയാണോ? അതോ ഈ വിശകലനം പറയുന്നതുപോലെ അതൊരു പ്രതിരോധമാണോ? നമുക്ക് നോക്കാം. ഈ ചാർട്ട് കാണിക്കുന്നത് ഇറാന്റെ ഒരുതരം സ്ട്രാറ്റജിയാണ്. അതായത് അമേരിക്ക, ഇസ്രയേൽ പോലുള്ള പുറത്തുനിന്നുള്ള ശക്തികളെ അവർ വളരെ ശക്തമായി നേരിടും. പക്ഷെ അതേസമയം തങ്ങളുടെ അറബ് അയൽരാജ്യങ്ങളോട് അത്രയും തീവ്രത കാണിക്കില്ല. അവിടെ കുറച്ചുകൂടി സംയമനം പാലിക്കും. ഒരുതരം ഇസ്ലാമിക സാഹോദര്യം നിലനിർത്താൻ ശ്രമിക്കുന്നതുപോലെ. അതുകൊണ്ട് തന്നെ ഈ വിശകലനം ഇറാനെ കാണുന്നത് ഒരു ആക്രമി എന്ന നിലയ്ക്കല്ല, മറിച്ച് മേഖലയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികൾക്കെതിരെ പ്രതിരോധം തീർക്കുന്ന ഒരു ശക്തിയായിട്ടാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ഇത് പൊതുവേ നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഇനി നമ്മൾ വരുന്നത് ഈ വിശകലനത്തിലെ ഏറ്റവും കാതലായ ഭാഗത്തേക്കാണ്. ഒരുപക്ഷെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്കും. അറബ് ലോകത്തെ ഭരണാധികാരികൾക്കുള്ളിൽ തന്നെയുള്ള ഒരു വലിയ വൈരുദ്ധ്യമാണത്. നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് ഓർമ്മയില്ലേ? ആ അടിസ്ഥാന തത്വത്തിലേക്ക് ഒന്ന് തിരിച്ചുപോകാം. എന്തായിരുന്നു അത്? ദൈവത്തിന് മാത്രം കീഴടങ്ങുക. അതായത് ഒരു മനുഷ്യന്റെ അധികാരത്തിനു മുന്നിലല്ല, നീതിയുടെ ആദർശത്തിനു മുന്നിൽ മാത്രം തലകുനിക്കുക. അതായിരുന്നു തത്വം. പക്ഷേ പ്രയോഗത്തിലോ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. സ്വന്തം അധികാരം, സ്വന്തം കസേര, അത് സംരക്ഷിക്കാൻ വേണ്ടി ഭരണാധികാരികൾ ആർക്കുമുന്നിലും കീഴടങ്ങുന്നു. അധിനിവേശ ശക്തികളെന്ന അവർ തന്നെ വിശേഷിപ്പിക്കുന്നവരുടെ കൂടെ പോലും സഖ്യമുണ്ടാക്കുന്നു. ഇത് ആ അടിസ്ഥാന തത്വത്തിന്റെ നഗ്നമായ ലംഘനമല്ലേ? അപ്പോൾ നോക്കൂ, ആ ഒരൊറ്റ ആശയം, ആ ഒരൊറ്റ തത്വം, ദൈവത്തിനു മാത്രം കീഴടങ്ങുക എന്ന ആ അടിസ്ഥാന വിശ്വാസം, അത് സംരക്ഷിക്കാൻ കടമപ്പെട്ടവർ തന്നെ സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്കായി അതിനെ തകർക്കുന്നു. അതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ദുരന്തം. അതിന്റെ ഫലമെന്താണെന്നറിയാമോ? ജനങ്ങളും ഭരണാധികാരികളും തമ്മിൽ ഭയങ്കരമായ ഒരു വിടവ് രൂപപ്പെടുന്നു. ഈ ചാർട്ട് നോക്കിയാൽ മതി, അത് കൃത്യമായി മനസ്സിലാകും. ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഒരു വശത്ത് പ്രതിരോധത്തെയും പലസ്തീനെയും പിന്തുണയ്ക്കുന്നു. എന്നാൽ അവരുടെ നേതാക്കന്മാരോ
ഒന്നുകിൽ തന്ത്രപരമായ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ ശത്രുക്കളുമായി സഹകരിക്കുന്നു. ജനങ്ങൾ ഒരു ദിശയിലേക്ക്, നേതാക്കൾ നേരെ വിപരീത ദിശയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈയൊരു വലിയ ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഒരു ജനതയുടെ വിശ്വാസവും അവരുടെ നേതാക്കന്മാരുടെ രാഷ്ട്രീയവും രണ്ടു വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ആ നാടിന്റെ ഭാവി എന്താകും? ഉത്തരം കിട്ടാത്ത, എന്നാൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്.